അമ്മേ, എന്റെ മോനെ എത്ര നാളായി നിന്നെ കണ്ടിട്ട്. ശരി, എനിക്ക് കൂടെ കൂടെ വന്ന് അമ്മയെ കാണാമല്ലോ. എന്നെ കേരളത്തിലേക്ക് സ്ഥലം മാറ്റിയിരിക്കുകയാണ് അമ്മേ. IPS കിട്ടിയിട്ടുണ്ട്. അപ്പൊ മോൻ എന്താ ജോലി? രഹസ്യ പോലീസിലാണ് അമ്മേ. DSP ആയി എന്നെ ഇപ്പൊ പ്രൊമോട്ട് ചെയ്തിരിക്കുകയാണ്. എന്റെ ഭഗവാനെ, ഈ സന്തോഷ വാർത്ത കേൾക്കാൻ സ്വാമിജി കൂടെ ജീവിച്ചിരുന്നെങ്കിൽ. സ്വാമിജി ജീവിച്ചിരിപ്പില്ലെങ്കിലും എന്നും അദ്ദേഹം എന്റെ മനസ്സിലുണ്ടമ്മേ. മോന്റെ ജോലി എവിടെയാ? എറണാകുളത്താണമ്മേ. എന്താ അമ്മേ? അമ്മ അവിടെ ആരെങ്കിലും അറിയുമോ? അവിടെ രാമുണ്ണിമേനോൻ എന്നൊരാളുണ്ട്. അദ്ദേഹം വലിയ ഒരാളാണ്. അനാഥയായ അമ്മയുടെ അനാഥനായ മകൻ എന്തിനാണ് അമ്മയെ വലിയ ആളെ കാണുന്നത്? ഈ അനാഥ മന്ദിരത്തിന് വേണ്ടി ഒരു വലിയ തുക അദ്ദേഹം ചിലവാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പണം കൊണ്ടുകൂടിയാണ് എന്റെ മോൻ ഇത്രയും പഠിച്ചു മിടുക്കനായത്. ഓഹോ, അതെനിക്ക് അറിഞ്ഞുകൂടായിരുന്നമ്മേ. ഞാൻ അദ്ദേഹത്തെ കാണാം. പക്ഷേ ഇവിടെ വളർന്നവനാണെന്ന് മാത്രം നീ പറയരുത്. പല കാര്യത്തിലും നിനക്ക് ബുദ്ധിമുട്ട് നേരിടും. ശരിയാണമ്മേ. അദ്ദേഹത്തോട് കടപ്പാടുണ്ടെന്ന് അറിഞ്ഞാൽ ചില കാര്യങ്ങളെല്ലാം അദ്ദേഹം ഇടപെട്ടു എന്ന് തന്നെ. ഏതായാലും ഞാൻ ഒന്ന് കണ്ടേക്കാം. എന്റെ മോൻ ഞാൻ ഇപ്പൊ കാപ്പിയുണ്ട്. ശരിയമ്മ. മിസ്റ്റർ രാമുണ്ണി മേനോനല്ലേ ഇവിടെ? ആരാ? ഞാൻ മിസ്റ്റർ രാമുണ്ണി മേനോനെ കാണാൻ വന്ന ഒരു മനുഷ്യൻ. ഓഹോ, മനുഷ്യനാണോ? ഞാൻ വിചാരിച്ചു ദേവനായിരിക്കുമെന്ന്. അത്രത്തോളം ഒന്നും എന്നെ പോയിട്ടണ്ട. അത്ര വലിയ സൗന്ദര്യമൊന്നും എനിക്കില്ല. വിശേഷിച്ച് വേറൊന്നുമില്ലല്ലോ. ഉണ്ട്. അങ്ങ് വടക്കൂരിടത്ത് കോളേജിൽ പോയിക്കൊണ്ടിരുന്ന ഒരു പെണ്ണ് ആണായിപ്പോയി. അമ്മേ, ഒരാളെന്നെ കളിയാക്കുന്നു. ഒരാളല്ല, ഞാനാണ്. അതെ, എന്തിനാ ഞാൻ ആരാണെന്ന് അന്വേഷിച്ചത്? കാമദേവനല്ലേ കല്യാണ ആലോചനയ്ക്കോ മറ്റോ വന്നതാണോ എന്നറിയാൻ. ഓ, അതിൽ തെറ്റില്ല. ഞാൻ അവിവാഹിതനാണ്. എന്താ മോളെ? അമ്മേ, ഇയാളെന്നെ കളിയാക്കുന്നു. ഓഹോ, നിന്നെ കളിയാക്കാനും ആളുണ്ടോ? അമ്മേ, ഞാൻ പോന്നു. വേഗം ഇനി വരണം. 4 മണിക്ക് എസ്റ്റേറ്റിലേക്ക് പോണം. അച്ഛൻ കാത്തിരിക്കും. മേനോൻ സാറിന്റെ? ഞാൻ അദ്ദേഹത്തിന്റെ സഹോദരിയാണ്. ഓ, എന്റെ മകളാണ് ശോഭ. ഞങ്ങളങ്ങ് എസ്റ്റേറ്റിലാണ് താമസിക്കുന്നത്. ഇന്ന് രാവിലെ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ചേട്ടനകത്തുണ്ട്. ശരി. നമസ്കാരം. ഞാൻ എവിടെ വെച്ച് കണ്ടിട്ടുള്ളത് പോലെ എന്നെ കണ്ടിരിക്കാനിടയില്ല. ഞാൻ ഡൽഹിയിലായിരുന്നു. എന്നെ ഇപ്പൊ ഇങ്ങോട്ട് മാറ്റിയിരിക്കുകയാണ്. സെൻട്രൽ ഡൽഹിയിലാണ് എനിക്ക് ജോലി. ഇവിടെ വന്ന് ചാർജ് എടുക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ ഏറ്റവും വലിയ മാന്യനായ അങ്ങനെ നേരിട്ട് കാണാമെന്ന് വിചാരിച്ചു. എന്റെ പേര് ശിവശങ്കരൻ. വെരി ഗ്ലാഡ്. അങ്ങ് എന്താണ് എന്നൊരു വല്ലാത്ത മട്ടിൽ നോക്കുന്നത്? ശിവശങ്കരന്റെ പ്രായത്തിൽ എനിക്കും ഒരു മകനുണ്ട്. അവന്റെ പേര് പ്രഭയെന്നാണ്. ഇരിക്കണം. എന്താണ് കുടിക്കാൻ വേണ്ടത്? പങ്കെ ഇപ്പൊ ഒന്നും വേണ്ട, താങ്ക്സ്. ഇനിയൊരു അവസരം ആകാമല്ലോ. എനിക്ക് ഒരു കോൺഫറൻസിൽ പങ്കെടുക്കേണ്ടതുണ്ട്. പിന്നെ ഈ വീട് നിങ്ങളുടേതാണ്. എപ്പോ വേണമെങ്കിലും വരാം. തീർച്ചയായും. അപ്പോ ഞാൻ പങ്കെടുത്തേ. ഡു കം അഗെയിൻ. അപ്പോ കാമദേവൻ പോവുകയാണ്. കള്ളനോട്ടും കള്ളസ്വർണവുമാണ് ഇന്ത്യയുടെ സാമ്പത്തിക ഘടനയെ തയ്യാറാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഉത്തരവ്. എന്താ വിഷയമുള്ള? അല്ല, ഉത്തരവ്. ഉത്തരവെന്ന് വെച്ചാൽ ഏവാൻ പറഞ്ഞത് ശരിയാണെന്ന് പറയായിരുന്നു. അതിന് ശരിയാണെന്ന് പറഞ്ഞാൽ പോരെ? അയ്യോ, ഏമാന്മാര് വല്ലതും പറഞ്ഞാൽ പോലീസുകാരെ ഉത്തരവെന്ന് പറഞ്ഞോണമെന്നാ ഇവിടുത്തെ ഒരു നാട്ടുനടപ്പ്. അങ്ങനെ ചട്ടമൊന്നുമില്ല. മേലുദ്യോഗസ്ഥന്മാരെ സർ എന്ന് സംബോധന ചെയ്താൽ മതി. അയ്യോ, ഇൻസ്പെക്ടർമാരെ സാറെന്ന് വെച്ച സാറെ വിളിച്ചാല് എനിക്ക് മാസത്തില് 30 ദിവസവും പാറാവ് ഡ്യൂട്ടി ആയിരിക്കും. പാറാവ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാല് എനിക്ക് മനസ്സിന് വലിയ വിഷമം ഉണ്ടാക്കുന്ന ഒരു ഡ്യൂട്ടിയാണ്. ഏതായാലും കൃഷ്ണപിള്ള എന്നെ സാറെന്ന് വിളിച്ചാൽ മതി. സാർ ശീലിച്ചതല്ലേ, പെട്ടെന്നൊന്നും മാറുകയില്ല. ആ, അപ്പോ നിങ്ങളുടെ അന്വേഷണ റിപ്പോർട്ട് മുഴുവനും ഇതിലുണ്ടല്ലോ? യെസ് സാർ. ഇവിടുത്തെ സ്മഗ്ലിംഗ് മുഴുവൻ ഒരു ഗ്യാങ് ആണ് നടത്തുന്നത്. തെളിവിൽ കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ സംശയിക്കുന്ന കള്ളനോട്ടിന്റെ ആളുകളും അവർ തന്നെ ആകണം.
ഹോട്ടൽ സുവർണ അവരുടെ ഒരു കേന്ദ്രമായേക്കാമെന്ന സ്പെഷ്യൽ റിപ്പോർട്ടും ആ ഫയലിൽ തന്നെ ഉണ്ട്. ഞാൻ ഈ ഫയൽ ഒന്ന് പഠിക്കട്ടെ. കൃഷ്ണപിള്ള അല്ലേ എന്റെ ഓർഡർലി? ഉത്തരവ്. എന്നെ സാറെന്ന് വിളിച്ചാൽ മതി. കൃഷ്ണപിള്ള അല്ലേ എന്റെ ഓർഡർലി? യെസ് സാർ. വെരി ഗുഡ്. അപ്പോ ഇന്ന് രാത്രി 7 മണിക്ക് എന്റെ ക്വാർട്ടേഴ്സ് വന്നേക്കും. യു ക്യാൻ ഗോ. എന്താ? ഫയലോ ഒപ്പ്? ഓ, ഐ ആം സോറി. യെസ് സാർ. ഹലോ, DOSP ശിവൻ സ്പീക്കിംഗ്. പിന്നെ സുവർണ ഹോട്ടലിലെ എല്ലാ ടെലിഫോൺ കാൾസും നമുക്കിവിടെ കിട്ടാൻ ഏർപ്പാട് ചെയ്യണം. ഏത് കാൾ വന്നാലും നിങ്ങൾ ടാപ്പ് ചെയ്തേക്കണം. യെസ്, താങ്ക് യു. എന്താ വിഷയമുള്ള റെഡി ആയില്ലേ? ഒന്ന് വേഗമാകട്ടെ, മണി 7 ോടെ അകത്തേക്ക് വരൂ. അകത്തേക്ക് വരാൻ പറഞ്ഞിട്ട് ഇങ്ങനെ നാണിച്ചാലും കമാ. ഏതായാലും വേഷം ജോറായിട്ടുണ്ട്. ഇനി അന്തസ്സായി പെരുമാറണം. സാർ. സെക്കൻഡ് കൊടുക്കും. അയ്യോ, അത് വേണോ? ഇപ്പൊ ഞാൻ ഓഫീസറും താൻ ആടുകളിയുമല്ല. രണ്ടുപേരും ദേശീയ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്. അല്ല, അതെനിക്കറിയാം. ഞാൻ ജോലിയായിരുന്ന സ്ഥലത്തെല്ലാം എന്നെ ID കൃഷ്ണപിള്ള എന്നാണ് വിളിച്ചോണ്ടിരുന്നത്. ID എന്ന് പറഞ്ഞാൽ കൃഷ്ണപിള്ള എന്നാണെന്നാണ് അർത്ഥം. നാട്ടുകാർ മുഴുവനും അറിഞ്ഞുകൊണ്ടുള്ള ID വർക്കല്ല നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത്. അത് ഞാൻ തന്നെ കാണിച്ചു തരാം. ഷെക്കൻഡ് കൊടുക്കും. അപ്പോ ഇനി നമുക്ക് പോകാം. എങ്ങോട്ട്? ഹോട്ടൽ സ്വർണ. തിന്നാന്ന് വിചാരിച്ചാൽ വരാനും എഴുതി പോകുന്നവരൊന്നും എഴുതി പോവുക. കത്തി മുന്നിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അയ്യോ, കത്തി വല്ല അണ്ണാക്കാൻ കൊള്ളുന്നു.